എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്ക് ചാപ്റ്റർ 9 പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. സാമ്പ്രതികേ കാലേ മാനവികതായാः ച്യുതിः സംഭവതി വേദി ചർച്ചാം കരോതു. ഇന്നത്തെ കാലത്ത് മാനവികതയാः മനുഷ്യത്വത്തിന് ച്യുതി നാശം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, സഹജീവി സ്നേഹഃ ഇത്യസ്മിൻ വിഷയെ സംഘർഷഃ പ്രഭാഷണമേകം അവതാരയതു. അപ്പോൾ സഹജീവി സ്നേഹം എന്നുള്ള വിഷയത്തിൽ സംഘം ചേർന്നിട്ട് ഒരു പ്രഭാഷണം അവതരിപ്പിക്കാനാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. സംസ്കൃത ഹ്രസ്വചിത്രാണി ചലച്ചിത്രാണി ച വിലോക്യ പടകഥായാക വിശേഷത കേതി സംവാദം ചാലയതു. അപ്പോൾ സംസ്കൃത ഹ്രസ്വചിത്രങ്ങളും അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളും നോക്കിയിട്ട് തിരക്കഥ വിശേഷത, തിരക്കഥയുടെ വിശേഷങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ, അതിനെക്കുറിച്ചിട്ട് ഒരു സംവാദം നടത്തൂ എന്നാണ് പറയുന്നത്. ഒരു ചർച്ച പോലെ സംവാദം നടത്തൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അനുകമ്പ പരസ്പരാശ്രയത്വം വാത്സല്യം ഇത്യാദി വിഷയേഷു പടകഥാം വിരച്യ അവതാരയതു. അനുകമ്പ, പരസ്പര ആശ്രയത്വം, വാത്സല്യം തുടങ്ങിയ വിഷയങ്ങളിൽ തിരക്കഥ രചിച്ചിട്ട് അത് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അടുത്തത് ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയതു. ഉദാഹരണം അനുസരിച്ചിട്ട് വാക്യം മാറ്റാനാണ് പറയുന്നത്. ഷാജി പുസ്തകശാലാം ഗച്ഛതി സഹ പുസ്തകം പഠിഷ്യതി. അതിൽ പഠിഷ്യതി എന്ന് പറയുന്നത് ലബന്ധവ്യയാണ്. അതെന്താവും? തുമുനന്തവ്യയായിട്ട് മാറും. പിന്നെ 2 ഫുൾ സ്റ്റോപ്പ് എന്നുള്ളത് 1 ഫുൾ സ്റ്റോപ്പായിട്ട് മാറും. ഇതൊക്കെയാണ് പ്രത്യേകത വരിക. അപ്പം ഷാജി പുസ്തകം പഠിതും പുസ്തകശാലാം ഗച്ഛതി. അനാമിക ക്രീഡാങ്കനം ഗച്ഛതി സാ ക്രീഡിഷ്യതി. അപ്പം അനാമികയും സായും, അനാമികയെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സാ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ വയ്ക്കാം? അനാമിക ക്രീഡിതും ക്രീഡാങ്കനം ഗച്ഛതി. മീനാക്ഷി പരീക്ഷാം ലിഖതി സാ അധ്യാപിക ഭവിഷ്യതി. അപ്പോൾ മീനാക്ഷി അധ്യാപിക ഭവിതും പരീക്ഷാം ലിഖതി. അങ്ങനെയാണ് വരിക. അതുലഹ വാഹനം സ്ഥാപയതി സഹ മാർഗവിഘ്നം നിവാരയിഷ്യതി. നിവാരയിഷ്യതിയാണ് അവിടെ ലബന്ധവ്യം വരിക. അതിൻ്റെ തുമുനന്തവ്യമാണ് നമ്മൾ ഉത്തരത്തിൽ ചേർക്കേണ്ടത്. അപ്പോൾ അതുലഹ മാർഗവിഘ്നം നിവാരയതും വാഹനം സ്ഥാപയതി എന്നാണ് വരിക. രഹ്യത് കഥാം രചയതി സ ധനം സമ്പാദയിഷ്യതി. അതെങ്ങനെ വരിക? രഹ്യത് ധനം സമ്പാദയിതും കഥാം രചയതി. ബാലകഃ രോദിതി സഹ ദുഗ്ധം പ്രാപ്സ്യതി. അപ്പോൾ ബാലകഃ ദുഗ്ധം പ്രാപ്സ്യതി ലബന്ധവ്യയാണ്. അതിൻ്റെ തുമുനന്തവ്യയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ബാലകഃ ദുഗ്ധം പ്രാപ്തും രോദിതി. അടുത്തത് സംബോധന പദാനി ചിത്വ ടിപ്പണി പുസ്തകേ ലഘുതു. നമ്മൾ ആ പാഠത്തിൽ പഠിച്ച സംബോധന പദങ്ങൾ എടുത്തിട്ട് ടിപ്പണി പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പം അതിൽ വരുന്നത് ഹേ വിവേക, അതിൽ ആശ്ചര്യചിഹ്നം വരും. വിവേക കൈനട്ട്. ഹേ അംബ, അതിനും ആശ്ചര്യചിഹ്നം വരും. ഹേ പുത്ര, അതൊക്കെ ആശ്ചര്യചിഹ്നത്തിൽ വരുന്നതാണ് സംബോധന പദം ആയിട്ട് വരിക. ഇനി അധോദത്താം പട്ടികാം ചലച്ചിത്ര നിദേശകയോഹോ നാമാനി ഉപയുജ്യ പൂരയതു. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ചലച്ചിത്ര നിദേശകയോ ചലച്ചിത്ര ഡയറക്ടേഴ്സിൻ്റെയും പേരുകൾ ഉപയുജ്യമായിട്ട് പൂരിപ്പിക്കാനാണ് പറയുന്നത്. യോജിച്ച് പൂരിപ്പിക്കാൻ. ചലച്ചിത്രത്തിൻ്റെ പേര് പറയുന്നത് ആദി ശങ്കരാചാര്യ, GV അയ്യരാണ് അതിൻ്റെ. അടുത്തത് GV അയ്യരുടെ ചലച്ചിത്രത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഭഗവത്ഗീത. അടുത്ത പ്രിയമാനസത്തിൻ്റെ നിദേശകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്.
പ്രിയമാനസം വിനോദ് മങ്കരയാണ്. ഇന്നലെ ഞാൻ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ. അടുത്തത് ജി പ്രഭ. ആ ജി പ്രഭയുടെ ചലച്ചിത്രത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടിയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSCക്ക് പോലും ചോദിച്ചതാണ്. അനുരക്തി. അനുരക്തി ആരുടെയാണ്? PK അശോകൻ്റെയാണ്. ഇനി നമുക്ക് പറയേണ്ടത് അധിക വാചനാംശയാണ്. സംസ്കൃത ചലച്ചിത്ര ഇതിഹാസ. സംസ്കൃത ചലച്ചിത്രത്തിൻ്റെ ഇതിഹാസത്തെ കുറിച്ചിട്ടാണ് പറയണത്. ഭാരതീയ ചലച്ചിത്ര വ്യവസായസ്യ കച്ചന ഭാഗ ഏവ ഭവതി. സംസ്കൃത ചലച്ചിത്ര മണ്ഡലം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭാരതീയ സിനിമാ വ്യവസായത്തിൻ്റെ കുറച്ച് ഭാഗം തന്നെ ആകുന്നു. സംസ്കൃത ചലച്ചിത്ര മണ്ഡലം. അപ്പം ഭാരതീയ ചലച്ചിത്ര വ്യവസായത്തിൻ്റെ കുറച്ചു ഭാഗം തന്നെയാണ് സംസ്കൃത ചലച്ചിത്ര മണ്ഡലം എന്ന് പറയുന്നത്. യദ്യപി സംസ്കൃത സാഹിത്യ ഇതിഹാസസ്യ മഹതി പൗരാണിക വർത്തതെ തഥാപി സംസ്കൃത ചലച്ചിത്ര ഇതിഹാസസ്യ ഉദയഃ 1983 എഴുതിയേക്കുന്നത്. സാമാന്യാബ്ദാത് ഏവാഭവത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യദ്യപി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം സംസ്കൃത സാഹിത്യ ഇതിഹാസത്തിന് മഹതി വലിയ പൗരാണികത വർത്തതെ ഉണ്ടെങ്കിലും സംസ്കൃത സാഹിത്യ ഇതിഹാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1983 ആ കൊല്ലവർഷമാണ്. ഭാസ കാളിദാസാദീനാം പടകഥാ സദൃശ്യാനി നാടകാനി പ്രസിദ്ധാനി. അപ്പോൾ ഭാസ കാളിദാസാദികളുടെ തിരക്കഥാ ദൃശ്യങ്ങളായ നാടകങ്ങൾ, തിരക്കഥാ സദൃശ്യങ്ങളായ നാടകങ്ങൾ ഇതിന് പ്രസിദ്ധങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇതിന് പ്രസിദ്ധങ്ങളാണ്. അപ്പം ഭാസൻ്റെയും കാളിദാസൻ്റെയും തിരക്കഥാ സദൃശ്യങ്ങളായ നാടകങ്ങൾ ഇതിന് പ്രസിദ്ധങ്ങളാണ്. കിന്തു സംസ്കൃത ചലച്ചിത്രം ഇത് സങ്കല്പസ്യ സാഫല്യം നിർവർണയിതും തഥാ ഏവ ശക്തം ഭവതി യഥാ GV അയ്യർ മഹോദയ കൃതം ആദിശങ്കരാചാര്യ നാമകം ചലച്ചിത്രം ലോക അർപ്പിതഭവത്. എന്നാൽ സംസ്കൃത ചലച്ചിത്രം എന്ന സങ്കല്പത്തിൻ്റെ പരിപൂർണതയെ നിർവചിക്കുവാൻ എപ്പോഴാണോ ആർക്ക് കഴിഞ്ഞത്? GV അയ്യർ ആദിശങ്കരാചാര്യർ എന്ന പേരുള്ള ചലച്ചിത്രം സഹൃദയ സമക്ഷം അവതരിപ്പിച്ചത് അപ്പോഴാണ്. അതിന് മാത്രമാണ് അപ്പം കന്നഡ ചലച്ചിത്രസ്യ പിതാമഹ ഇത്യ അഭിധീയാം GV അയ്യർ മഹോദയ. അപ്പോൾ ഇദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? GV അയ്യർ. കന്നഡ ചലച്ചിത്രത്തിൻ്റെ മുത്തശ്ശൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് GV അയ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു കന്നഡ ചലച്ചിത്രത്തിൻ്റെ പിതാമഹൻ എന്ന പേര്, മുത്തശ്ശൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് GV അയ്യർ ആണ്. അപ്പോൾ അദ്ദേഹം 1983 വർഷം എന്ത് ചെയ്തു? ശങ്കരാചാര്യസ്യ ജീവനകഥായാ, ശങ്കരാചാര്യരുടെ ജീവിതകഥ
ചലച്ചിത്ര ഭാഷ്യം അകരോത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ചലച്ചിത്ര ഭാഷ്യം ഒരുക്കിയിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ജീവിത കഥയുടെ ചലച്ചിത്ര ഭാഷ്യം ഒരുക്കിയിട്ടുണ്ട്. തസ്മാദാരഭ്യതേ. അപ്പം അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് സംസ്കൃത ചലച്ചിത്രത്തെ ഇതിഹാസം എന്ന് പറയുന്നത്. തസ്മിൻ വർഷേ, ആ വർഷം തന്നെ ഉത്തമ ചലച്ചിത്രം, ഉത്തമ പടകഥ, ഉത്തമ ഛായാഗ്രഹണം, ഉത്തമ ജീവിതകഥ ഇത്യാദി ചത്വാരഃ പുരസ്കാരഃ അനേന ചലച്ചിത്രം അവാപ്ത. അപ്പം ആ വർഷം തന്നെ ഉത്തമ ചലച്ചിത്രം, മികച്ച ചിത്രം, മികച്ച തിരക്കഥ, മികച്ച ഛായാഗ്രഹണം, മികച്ച ജീവിതകഥ എന്നീ 4 പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. സംസ്കൃത പ്രേമീണാം കൃതേ അയം മാനസ വിഷയ. ഇതെന്താണ്? സംസ്കൃത പ്രേമികളെ സംബന്ധിച്ച് അഭിമാനമായ വിഷയം തന്നെയാണ്. ദ്വിതീയ ചലച്ചിത്രമാഭി. ഇനി എന്താണ്? രണ്ടാമത്തെ ചലച്ചിത്രവും 1993 അയ്യർ മഹോദയേന ഏവ നിർദ്ദേശിതം. അദ്ദേഹം തന്നെ നിർദ്ദേശിതം സംവിധാനം ചെയ്തു എന്നാണ്. ഭഗവത്ഗീത ഇത്യാസിത് തസ്യ നാമ. ഭഗവത്ഗീത എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. ഇതമപി ഉത്തമ ചലച്ചിത്ര പുരസ്കാരേന പുരസ്കൃതം ഭവതി. ഇതിനും ഉത്തമ ചലച്ചിത്രം എന്ന് വെച്ചാൽ മികച്ച ചിത്രം കൊണ്ട് ഇതും എന്ത് ചെയ്തു? ആദരിക്കപ്പെടുകയാണ് ചെയ്തത്. പുരസ്കൃതം അഭവത്, ആദരിക്കപ്പെട്ടു. തതഃ പശ്ചാത് സംസ്കൃത ചലച്ചിത്ര രംഗം അസംഗത ഇതി വർഷേ ഇത് സർവേ നിശ്ചിതം. അതിനുശേഷം സംസ്കൃത ചലച്ചിത്ര രംഗം അസ്തമിച്ചു എന്നാണ് എല്ലാവരും എന്ത് ചെയ്തത്? നിശ്ചയിച്ചത്. പശ്ചാത് ഗതേ സംസ്കൃതജ്ഞൈ ചലച്ചിത്ര കാവ്യസ്യ സൃഷ്ടോ താവതി മതി ന ദത്ത. എന്താണ്? പിന്നീട് വന്നവരായ സംസ്കൃതം അറിയുന്നവർ ചലച്ചിത്ര കാവ്യം നിർമ്മിക്കുന്നതിൽ അത്രമാത്രം എന്ത് ചെയ്തില്ല? ശ്രദ്ധ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ദ്വാവിംശത് വർഷേഭ്യः പശ്ചാത് ഭാരതस्य ദക്ഷിണഭാഗാത് കേരള രാജ്യാദേവ സംസ്കൃത ചലച്ചിത്ര മണ്ഡലस्य നവീനം ജാഗരണം സംഭൃതം. അപ്പം 12 വർഷത്തിന് ശേഷം ഭാരതത്തിൻ്റെ തെക്കുഭാഗത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് തന്നെ സംസ്കൃത ചലച്ചിത്ര മണ്ഡലത്തിന് ഒരു പുതിയ ഉണർവ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ 2015 തമേ വർഷേ വിനോദ് മങ്കര നാമകേന നിർദ്ദേശകന പ്രിയമാനസം ഇത് തൃതീയം സംസ്കൃത ചലച്ചിത്രം ലോകായ സമർപ്പിതം. പിന്നീട് എന്താ പറയുന്നത്? വിനോദ് മങ്കരയുടെ 2015 വിനോദ് മങ്കര എന്ന പേരായ സംവിധായകനാൽ പ്രിയമാനസം എന്ന 3ാമത്തെ ചലച്ചിത്രം ലോകത്തിനായിക്കൊണ്ട് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. തദനു പ്രതിവർഷം സംസ്കൃത ചലച്ചിത്രാണി പ്രകാശമാനാനി സന്ദീതി സന്തോഷസ്യ വിഷയഃ. അതിനുശേഷം എല്ലാ വർഷവും സംസ്കൃത ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നു എന്നുള്ളത് സന്തോഷത്തിനുള്ള ഒരു വിഷയം തന്നെയാണ്. വിശിഷ്യ കേരള രാജ്യ സംസ്കൃത ക്ഷേത്രേ നൂതന ഏതാദൃശ ആവിഷ്കാരഃ ബഹിരായന്തി ഇതി അഭിമാനസ്യ അവസരഃ. ഇത് എന്തിൻ്റെയാണ്? പ്രത്യേകിച്ച് കേരള രാജ്യത്ത് നിന്ന് തന്നെ സംസ്കൃതത്തിന് ഇത്തരത്തിലുള്ള ഒരു ആവിഷ്കാരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് എന്താണ്? അഭിമാനിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജനുവരി 2-ാം തീയതിയാണ് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും, ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ വാട്സപ്പിൽ റെക്കോർഡ് ക്ലാസ് അയച്ചു നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും നമ്മൾ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ഒരിക്കലും പ്രയാസമുള്ളതല്ല. നമ്മൾ പഠിച്ചാൽ അത് ഇത്രയും എളുപ്പമുള്ള വിഷയം വേറെ ഇല്ല. പണ്ട് നമ്മൾ പറയാറില്ലേ, പണ്ടത്തെ ദേവന്മാർ പോലും സംസാരിച്ചിരുന്ന ഭാഷയാണ് നമ്മുടെ സംസ്കൃത ഭാഷ. അപ്പം അത് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും വിശേഷപ്പെട്ട കാര്യം വേറെ ഇല്ല. അപ്പം നല്ല എളുപ്പമുള്ള രീതിയിൽ തന്നെ ഞാൻ പഠിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക, അത് റിവിഷൻ ചെയ്യുക.
അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ നല്ല എളുപ്പമുള്ള വിഷയം ഇത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷോർട്സും വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒക്കെ ചെയ്യുക. പിന്നെ അത്രയ്ക്ക് പ്രയാസമുള്ളവരാണെങ്കിൽ, സംസ്കൃതം പഠിക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ ട്യൂഷനിൽ വരാവുന്നതാണ്. നല്ല രീതിയിൽ പഠിച്ചു പോവാവുന്നതാണ്. ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കാവുന്നതുമാണ്. ഒരു കുഴപ്പമില്ല. നല്ല മാർക്ക് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്ന വിഷയം തന്നെയാണ് സംസ്കൃതം. ഓക്കെ, താങ്ക് യു.